സങ്കല്പിക്കുക. ഇപ്പോൾ 122 മാജിക് ഫിഗർ എന്ന് പറയുന്നത്. അധികാരത്തിലെത്തുന്നതിന് വേണ്ടി 120 സീറ്റുകൾ വേണം 243 സീറ്റുകളിൽ. അതിൽ കുറച്ച് സീറ്റുകൾ കുറവാണെങ്കിൽ പോലും ഒരു 118-ലും 116-ലും ഒക്കെ ഫിനിഷ് ചെയ്യുകയാണ് NDA എന്ന് വിചാരിച്ചാലും വേണമെങ്കിൽ അധികാരത്തിലെത്തുവാനുള്ള സാഹചര്യം അവിടെ കിട്ടുവാൻ എത്രത്തോളം സാധ്യതകളുണ്ട്. ഇപ്പോൾ VIP എന്നുള്ള പാർട്ടിയുണ്ട്, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി. അവർ കഴിഞ്ഞ തവണ NDAയിലായിരുന്നു, അവർക്ക് സീറ്റുകളും കിട്ടിയതാണ്. ഇത്തവണ അവർ MGBയിൽ നിൽക്കുന്നു. അങ്ങനെയുള്ളവരെ മറുകണ്ഠം ചാടിക്കുവാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടോ? ഇപ്പോൾ മുകേഷ് സാഹ്നി അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, VIP നേതാവിനെ. അപ്പോൾ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറുകണ്ഠം ചാടുവാൻ തയ്യാറായി നിൽക്കുന്ന പാർട്ടികൾ അത് MGBയിൽ മാത്രമല്ല NDAയിൽ പോലും ഉണ്ടല്ലോ. അപ്പോൾ 122-ലേക്ക് ഞാൻ NDAയുടെ മാത്രമല്ല MGBയുടെയും പറയാം, 122-ലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു വലിയ കുതിര കച്ചവടത്തിൻ്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകാൻ പോവുകയല്ലേ? കാരണം ചെറു പാർട്ടികൾ കുറച്ച് സീറ്റുകൾ നേടും എന്ന കാര്യം ഉറപ്പാണല്ലോ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ. അത് രണ്ട് മുന്നണികളിലുമുണ്ട്. രാകേഷ് തീർച്ചയായും ചെറു പാർട്ടികളുടെ നിലപാട് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ VIP തന്നെ എടുക്കുകയാണെങ്കിൽ VIP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ മഹാസഖ്യത്തിന്റെ ഭാഗമായിരുന്ന പാർട്ടിയാണ്. സീറ്റ് നിർണയത്തിൽ തുടർന്നുള്ള തർക്കത്തെ തുടർന്നാണ് മുകേഷ് സാഹ്നി മുന്നണി വിടുന്നതും പിന്നീട് അദ്ദേഹം NDAയിൽ ചേർന്ന് മത്സരിക്കുന്നു. അന്ന് അത്തരമൊരു സഖ്യമുണ്ടാക്കുന്നതിൽ NDA വിജയിച്ചു. ഒരുപക്ഷെ ആ സഖ്യം തന്നെയാണ് വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായത്. കാരണം 11 സീറ്റുകൾ കഴിഞ്ഞ തവണ അവർക്ക് നൽകി, അവർ 4 സീറ്റിൽ വിജയിച്ചു. പിന്നീട് പക്ഷേ മുകേഷ് സാഹ്നിയും BJPയും തമ്മിൽ നിലവിൽ പ്രശ്നങ്ങളുണ്ട്. കാരണം മുകേഷ് സാഹ്നി നിതീഷ് സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ ആ പാർട്ടിയിലെ മറ്റു 3 MLAമാരും പിന്നീട് BJPയിൽ ചേർന്നു. അതിനുശേഷം മുകേഷ് സാഹ്നിയെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ ഏതെങ്കിലും തരത്തിൽ MLAമാരുടെ ആവശ്യമുണ്ടാവുകയും VIP അത്തരമൊരു മാജിക് നമ്പർ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരമൊരു നീക്കം BJPയുടെ മാനേജർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് തന്നെയായിരിക്കും തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തവണ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അലയൻസുകൾ രൂപീകരിക്കുന്നതിൽ രണ്ട് മുന്നണികളും കുറെ കൂടി ജാഗ്രത പാലിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് VIP ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടുകൊണ്ടാണ് VIPക്ക് കൂടുതൽ സീറ്റുകൾ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് പ്രതിനിധീകരിക്കുന്ന മല്ല സമുദായം അത് ബീഹാറിൽ നിർണായക ഘടകമാണ്. പ്രത്യേകിച്ച് 9% വോട്ടുകൾ നിഷാദുകൾക്കുണ്ട്. സ്വാഭാവികമായും ആ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഏറ്റവും ഒടുവിൽ 15 സീറ്റുകൾ നൽകാനുള്ള നിർദ്ദേശം നൽകിയത്. കാരണം RJDക്ക് അത്രയധികം സീറ്റുകൾ മുകേഷ് സാഹ്നിക്ക് നൽകുന്നതിൽ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി നേരിട്ട് കൊണ്ട് ഇടപെട്ടാണ് അത്തരമൊരു നീക്കം നടത്തിയത്. മറുവശത്തേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ LJP കഴിഞ്ഞ തവണ നിതീഷിനെതിരെ മത്സരിക്കുകയും ഒറ്റയ്ക്ക് മത്സരിച്ച് നിതീഷിനെതിരെ തെരഞ്ഞുപിടിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തതാണ്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ JDU BJPന് വളരെയധികം പിന്നിലായത്. പക്ഷേ ഇത്തവണ ചിരാഗ് പാസ്വാനെ ഒപ്പം നിർത്താൻ അവർക്ക് സാധിച്ചു. പാസ്വാൻ കമ്മ്യൂണിറ്റി ഏതാണ്ട് ബീഹാറിലെ 6% വരും. അവരെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം. അത്തരത്തിൽ ചെറിയ പാർട്ടികളെ എല്ലാം തന്നെ ഒപ്പം നിർത്താനുള്ള നീക്കം മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും മഞ്ജു സൂചിപ്പിച്ച പോലെ സർക്കാർ രൂപീകരണത്തിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം വരികയാണെങ്കിൽ ചെറു പാർട്ടികൾ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ബീഹാറിനെ സംബന്ധിച്ച് നിർണായകമാകുമെന്ന് LJP നമ്മൾ ചെറിയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല അല്ലേ രാകേഷ്? കാരണം എന്ന് പറഞ്ഞാൽ 28 സീറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് മുന്നണികളിലെയും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ വീതം അവർ കഴിഞ്ഞാൽ ഇപ്പോൾ BJP JDU NDAയിൽ അവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയിരിക്കുന്നത് LJPക്കാണ്. 28 സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള അവസരം അവർക്ക് കിട്ടി. മറുവശത്ത് മഹാഗഡ്ബന്ധനിൽ RJD 143 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് 61 സീറ്റുകളിൽ മത്സരിച്ചു. അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ 5ാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ മുന്നണികളിൽ ഇടം കിട്ടിയ പാർട്ടി കൂടിയാണ് LJP. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടറായി മാറും എന്ന് ഇപ്പോൾ കരുതാൻ പറ്റുകയും ചെയ്യും പസ്വാന്റെ പാർട്ടി. കഴിഞ്ഞ തവണ പക്ഷേ ഇതിപ്പോൾ ബീഹാറിൽ ഇപ്പോൾ വ്യത്യസ്തമായ ചിത്രങ്ങൾ ബീഹാറിൽ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരേ മുന്നണിയിൽ തന്നെ നിൽക്കുന്നവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന കാഴ്ചയുണ്ട്. പിന്നെ ആരാണ് ശക്തൻ എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ JDUവിന് സീറ്റ് കുറയണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ BJP അവതരിപ്പിച്ചത് തന്നെയാണല്ലോ പസ്വാനെ. അതുകൊണ്ടാണല്ലോ ഒറ്റയ്ക്ക് മത്സരിക്കുകയും അവിടെ തെരഞ്ഞു പിടിച്ച് JDUവിനെതിരെ മാത്രം മത്സരിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു പോരാട്ടം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും JDUവിൻ്റെ സീറ്റുകൾ കുറഞ്ഞു BJPയേക്കാൾ. 43 സീറ്റുകളെ JDUവിന് കിട്ടിയുള്ളൂ മുന്നണിയിൽ. അധികാരത്തിലെത്താൻ കഴിഞ്ഞെങ്കിലും അവർ BJPയുടെ പിന്നിലായിപ്പോയി. BJPക്ക് 74 സീറ്റുകൾ കിട്ടി കഴിഞ്ഞ തവണ.
ആ ഒരു ഞെട്ടൽ ജെ ഡി യുവിനുണ്ട് ഇത്തവണ. പക്ഷേ അങ്ങനത്തെ ഒരു ഫാക്ടർ ഇല്ലല്ലോ. കുറച്ചുകൂടി മുന്നണി കെട്ടുറപ്പോട് കൂടി തന്നെയാണ് മത്സരിച്ചത്. ഒരു പരസ്പരമുള്ള പോര് കാണുന്നില്ല. പക്ഷേ ഉണ്ടായിരിക്കാം ജെ ഡി യു ബി ജെ പിയുടെ മുന്നിൽ വരരുത് എന്ന് ബി ജെ പിക്കും, ബി ജെ പി മുന്നിൽ എത്തരുത് ജെ ഡി യുവിനേക്കാൾ എന്ന് ജെ ഡി യുവിനും ഉണ്ടായിരിക്കാം. ഞങ്ങളാണ് മുന്നണിയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. പക്ഷേ 2020 കുറച്ചുകൂടി കെട്ടുറപ്പ് എൻ ഡി എക്ക് ഉണ്ടായല്ലോ. പ്രത്യേകിച്ച് എൽ ജെ പിയെ ഒപ്പം ചേർക്കാൻ, രാംവിലാസ് പാസ്വാൻ പാർട്ടിയെ എൽ ജെ പി ആർ ബിയെ ഒപ്പം ചേർക്കുവാൻ കഴിഞ്ഞത് അത് മൂന്നാമത്തെ കാരണം. എൽ ജെ പി ആർ ബി അവരൊരു ഡിസൈഡിങ് ഫാക്ടറാവും. ഇവരെ ഒപ്പം ചേർത്ത് കുറച്ചുകൂടി കെട്ടുറപ്പോട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എൻ ഡി എക്ക് ഗുണകരമായി മാറിയിട്ടുണ്ടല്ലോ ഇത്തവണ. യെസ്, ഇതിൽ ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു തന്ത്രം നിതീഷിനെ പിണക്കാതെ ഫോർ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട്, മുന്നിൽ നിർത്തിക്കൊണ്ട് പട നയിക്കുക എന്ന ഒരു രീതിയാണ്. അതേസമയം ബി ജെ പി സമാനമായ രീതിയിൽ 101 സീറ്റിൽ ബി ജെ പി മത്സരിക്കുന്നു. എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോൾ പോലും എൽ ജെ പി സ്വാഭാവികമായും ബി ജെ പിക്കൊപ്പമാണ് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് എൽ ജെ പിയും ബി ജെ പിയും കൂടി 140ഓളം സീറ്റുകളിലാണ് മത്സരിക്കുന്നത്, 130ഓളം സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതൊരു ഷിഫ്റ്റിംഗ് ഫാക്ടറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ നമുക്ക് അവരുടെ ഒരു പ്രധാന സ്ട്രോങ് ഹോൾഡ്സാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ അങ്ങനെ ആർക്കും, അതായത് ഈ 29 സീറ്റുകൾ ബി ജെ പിയുടെ ഷുവർ ബെൽറ്റുകളാണ് അല്ലേ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇവിടെ 24 സീറ്റുകൾ, 29 സീറ്റുകൾ ബി ജെ പിയുടെ ഷുവർ ബെൽറ്റാണ്. ഇവിടെ കാര്യമായൊരു മാറ്റം ബി ജെ പി ഒരു ഘട്ടത്തിലും ഉണ്ടാകില്ല. മാത്രമല്ല ഈ മേഖലകളിൽ ഒരു 24 സീറ്റ്, അതായത് 243 ഒരു 24 സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ സഖ്യകക്ഷികൾക്ക് കൊടുത്ത സീറ്റിലാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞതെന്ന് തോന്നുന്നു അല്ലെ. കഴിഞ്ഞ തവണ മഹാഗഠബന്ധൻ ജയിച്ച ഒരു 3 സീറ്റുകൾ, 3-2-5 സീറ്റുകൾ മറ്റുള്ളവർ ജയിച്ച. അതെനിക്ക് തോന്നുന്നു മറ്റ് പാർട്ടികൾക്ക് എൻ ഡി എ മുന്നണിയിൽ കിട്ടിയ സീറ്റുകളാണ്. ബി ജെ പിക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡിൽ ഒരു സീറ്റിലും തോൽക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയായിരുന്നു ബീഹാറിന്റെ 2020 ഒരു സ്ഥിതി. അതെ, അതേസമയം ഇത് നമ്മൾ നേരെ ആർ ജെ ഡിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് നോക്കുകയാണെങ്കിൽ ആർ ജെ ഡിക്കും ഈ ബീഹാറിൻ്റെ സെൻട്രൽ ബീഹാർ, പറ്റ്ന അവിടെയെല്ലാം ചെറിയ തോതിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന നിലയിൽ 10 സീറ്റുകളിലോളം ആർ ജെ ഡി അവരുടെ ശക്തി കേന്ദ്രം ആണ് എന്ന് പറയത്തക്ക ഒരു കേന്ദ്രമുണ്ട്. അപ്പോൾ ഇത് തന്നെ 24-10 34 സീറ്റ് ഒരു ഷുവർ സീറ്റ് എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയും. ആർ ജെ ഡിക്ക് 10 ഇത് ആർ ജെ ഡിയുടെ, ഇത് മഹാഗഠബന്ധനിലാണ്. ആർ ജെ ഡിയുടെ 10 സീറ്റ് അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു 10 സീറ്റാണ്. ഞാൻ പറയുന്നത് ആർ ജെ ഡിയുടെ സീറ്റുകൾ ആണ് ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന 24 സീറ്റുകൾ. ഇത്രയും മേഖലകളിൽ ആർ ജെ ഡിക്ക്, അല്ല ഇത് ജെ ഡി യുവിന് ഇത്രയും മേഖലകളിൽ ശക്തമായ മേൽക്കൈയുണ്ട്. അതായത് 24 സീറ്റുകളിൽ എൻ ഡി എക്ക് ഷുവറാണ്. കാരണം ജെ ഡി യുവിലൂടെ ആദ്യം കാണിച്ച 27 സീറ്റുകൾ അത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ അവർക്കും ഒരു ക്ഷതം സംഭവിക്കില്ല. അപ്പോൾ ഏതാണ്ട് 50-അടുത്തുള്ള സീറ്റുകൾ അങ്ങനെ തന്നെ എൻ ഡി എക്ക് ഷുവർ സീറ്റുകളാണ്. ബാക്കി സീറ്റുകളിൽ ആണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. അതിൽ എൽ ജെ പിക്ക് ഷുവറായ 3-4 സീറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായൊരു 50+ നിന്നാണ് ബി ജെ പി സഖ്യം അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം ഒരു ഫൈറ്റ് നടത്തുന്നത്. ആർ ജെ ഡിയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ആർ ജെ ഡിയുടെ ഒരു വലിയ പ്രശ്നം അവർക്ക് ഈ കോൺഗ്രസിന് ഇതുപോലെ ഒരു ശക്തിയുള്ള ഒരു ഘടകകക്ഷിയായി അവിടെ നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ശരി, അത്